ഹായ് ഫ്രണ്ട്സ്, ഫണ്ടമെന്റലി ഒരു നല്ല കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നുള്ളത് എപ്പോഴും ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്ന ചില കണ്ടീഷൻസ് ആണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഫിൽട്ടർ ചെയ്ത ചില കമ്പനികൾ ഞാൻ ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്ത് കൊണ്ടാണ് ഞാൻ അത്തരം ഷെയറുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതിന്റെ കാരണങ്ങൾ ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്. ആ കണ്ടീഷൻസ് ഇതൊക്കെയാണ്: PE 0ക്ക് മുകളിലായിരിക്കണം, EPS 0ക്ക് മുകളിലായിരിക്കണം, സെയിൽസ് ക്വാർട്ടർ അവർക്ക് എന്തെങ്കിലും സെയിൽസ് ഉണ്ടായിരിക്കണം, ഇയർ ഓൺ ഇയർ സെയിൽസ് ക്വാർട്ടർ വേരിയേഷൻ 0ന് മുകളിലായിരിക്കണം. അതായത് അവർക്ക് കഴിഞ്ഞ വർഷത്തെ ഇയർ ഓൺ ഇയർ ബേസിസിൽ സെയിൽസിൽ ഉണ്ടതിനേക്കാൾ കൂടുതൽ പണം അവര് സെയിൽസിലൂടെ നടത്തിയിട്ടുണ്ടായിരിക്കണം. അവരുടെ സെയിൽസ് കൂടുന്നുണ്ട്. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും സർപ്ലസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ്. അപ്പം ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തി നഷ്ടം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താനും വീണ്ടും മുമ്പോട്ട് ബിസിനസ് നടത്താനുള്ള പണവും അവർക്ക് കണ്ടെത്തേണ്ട കഷ്ടപ്പാട് വരും. സർപ്ലസ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വേരിയേഷൻ -10%. സെയിൽസ് കൂടിയിട്ടുണ്ട്, പക്ഷെ 10% വരെ അവരുടെ മറ്റെന്തെങ്കിലും കണ്ടിൻജൻസി അല്ലെങ്കിൽ അവരുടെ എക്സ്പാൻഷൻസിന് ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യാറുള്ളത്. പ്ലെഡ്ജിങ് <10%. അവർ പണയം അവരുടെ പ്രൊമോട്ടറിന്റെ ഷെയറുകൾ പണയം വെച്ചിരിക്കുന്നത് 10% അധികം ആവരുത്. അൺപ്ലെജ്ഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 30% അധികമായിരിക്കണം. അത് ഒരു ഡീസന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ളൊരു കമ്പനി. ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് >0. എപ്പോഴും പ്രൊമോട്ടറാണ് ആ ഒരു കമ്പനിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. അപ്പം അവര് വിൽക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ അവരവരുടെ എക്സ്പാൻഷൻസിന് വേണ്ടി വിറ്റേക്കാം. പക്ഷെ നമുക്ക് അത്തരം കമ്പനികൾ കിട്ടുമ്പോൾ പ്രൊമോട്ടർ വിറ്റ ഒരു നെഗറ്റിവിറ്റി ഉള്ള കമ്പനി നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0:1. അധികം ഡെറ്റ് ഇല്ലാത്തൊരു കമ്പനി. കറണ്ട് റേഷ്യോ >1 എന്ന് ആണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത്. അതായത് ലയബിലിറ്റിയേക്കാൾ അധികം അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് അസറ്റ് ഉള്ള ഒരു കമ്പനി. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അവർ പണം ചെലവാക്കുന്നത് >10% അവര് അതിന് റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതും അക്സെപ്റ്റബിൾ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യാറുള്ളത്. ഇത്രയും 12 കണ്ടീഷൻസ് ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം. പക്ഷെ ഇൻ ജനറൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനിയെ നമുക്ക് ഈ 12 കണ്ടീഷൻസ് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രസന്റേഷനിൽ ഡിസ്കസ് ചെയ്യുന്ന പല ഷെയറുകളും ഈ കഴിഞ്ഞ റീസെന്റ് ടൈംസിൽ നന്നായിട്ട് കൂടിപ്പോയതുകൊണ്ട് ഇതിനെ നല്ലൊരു ലെവൽസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിത് ഷെയർ ചെയ്തത്. ഒരു കുറ്റബോധമുണ്ട്. ഒരു 3 ആഴ്ച മുമ്പായിരുന്നെങ്കിൽ ഇത് നല്ലവണ്ണം ഉപയോഗപ്രദമാകുന്ന കുറെ കമ്പനികൾ ഈ അടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത കുറെ കമ്പനികൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കമ്പനികളെ പറ്റി ജസ്റ്റ് പറഞ്ഞു പോകാം. അഡ്വർടൈസിംഗ് ആൻഡ് മീഡിയയിൽ ആഫിൽ ഇന്ത്യ ലിമിറ്റഡ് അതിന് ഈ 12 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അഗ്രോ കെമിക്കൽസിലാണെന്നുണ്ടെങ്കിൽ ആസ്റ്റെക്, ഇതൊക്കെ നമ്മൾ സുപരിചിതമായ ഷെയറുകളാണ് കേട്ടോ. അതേപോലെ അതിൽ തന്നെ ബെയർ കോർപ്പ്, അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഷെയർ ആണ്. പക്ഷെ അതിന്റെ ഫണ്ടമെന്റൽസും ഇതേപോലെ തന്നെയാണ്. പ്രൊമോട്ടറിന് 71% ഹോൾഡിംഗ് ഉണ്ട്. ഡെറ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ല. കറണ്ട് റേഷ്യോ 2.61 ഉണ്ട്. സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. ഇയർ ഓൺ ഇയർ ബേസിസിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. മാർക്കറ്റ് ക്യാപിറ്റൽ 26,266 ആണ്. അപ്പം ഓൾട്ടുഗദർ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കമ്പനിയാണത്. അപ്പം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത്തരം കമ്പനികളെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡിപ്പ് വരുന്ന സമയത്ത്, നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ടുള്ള സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് വളരെ റിസ്ക് കുറഞ്ഞ ഒരു മെത്തേഡാണ്. അതേപോലെ അടുത്തത് റാലീസ് ആണ്. റാലീസ് ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗില് എക്സ്ചേഞ്ചിങ് സൊല്യൂഷൻസ്, ഹിന്ദുജ ഗ്ലോബൽ, കമ്മോഡിറ്റി കെമിക്കൽസിൽ വന്നു കഴിഞ്ഞാൽ പോളിപ്ലെക്സ്, ഇതേപോലെ ഇത് മീറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞാൻ ജൂൺ 2020 റിസൾട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അവസാനം ഞാൻ എങ്ങനെ നമുക്ക് സ്ക്രീനറിൽ ഈ കണ്ടീഷൻസ് ഇടാമെന്നുള്ളതും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അത് ചേർക്കാം. അപ്പം നിങ്ങൾക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. കമ്മോഡിറ്റി കെമിക്കൽസിലാണെന്നുണ്ടെങ്കിൽ ശ്രീ റായൽസീമ ഹൈ സ്ട്രെങ്ത് ഹൈപ്പോ ലിമിറ്റഡ്, SL പാക്ക് കണ്ടെയ്നേഴ്സ് ആൻഡ് പാക്കിങ്ങില്, ഹോൾഡിംഗ് കമ്പനീസിലാണെന്നുണ്ടെങ്കിൽ ബജാജ് ഹോൾഡിംഗ്, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ ജ്യോതി ലാബോറട്ടറീസ്, ഇൻഡസ്ട്രിയൽ മെഷീനറീസ് GMM ഫോൾഡർ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരു നെഗറ്റീവ് ന്യൂസ് വന്ന് മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആവുകയാണ്. കഴിഞ്ഞ 2 ദിവസം അപ്പർ സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം കുറച്ച് കുറവാണ്, താഴെയാണ് അത് ക്ലോസ് ചെയ്തത്. IT കൺസൾട്ടൻസി ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസിലാണെന്നുണ്ടെങ്കിൽ പെർസിസ്റ്റന്റ്, ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അത് 20% മുകളിൽ പോയൊരു ഷെയറാണ്.
HCL ടെക് ഇതൊരു നല്ല ഒരു കമ്പനിയാണ്. ഇതിന് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റിയ കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഡെലിവറി പെർസെന്റേജ്, നല്ല ഡെലിവറി ടേൺ ഓവർ, അതുപോലെ തന്നെ സ്പൈക്ക് ഒക്കെ ഉള്ളപ്പം അത് ട്രേഡിംഗിൽ ഒരു നല്ല ഒരു പോസിറ്റിവിറ്റി കാണുന്ന സമയത്ത്, മാർക്കറ്റ് നല്ല കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഷെയറുകളിലും ഞാൻ കണ്ടിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് തരുന്നതാണ്. അല്ലെങ്കിൽ ലെവലുകൾ അനുസരിച്ചിട്ട് നമുക്ക് ആവറേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള കമ്പനികളാണ് ഇതൊക്കെ. പിന്നെ കോഫോർജ്, ഇത് നമ്മളുടെ NIIT ടെക് ആണ്. അതിപ്പോ പുതിയ പേരിൽ ഇങ്ങനെ ആണ് ഇപ്പോ. അപ്പം അതും അങ്ങനത്തെ ഒരു കമ്പനിയാണ്. 35 കോടി രൂപയാണ് അവർക്ക് ആകെയുള്ള ഡെറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും നല്ല എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ടാണ്. സിഗ്നിറ്റി ടെക്, ഇത് 256 റേഞ്ചിൽ മുതൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. ഇത് 422 ഈ കഴിഞ്ഞ ആഴ്ചയാണ് 100 രൂപയ്ക്ക് മുകളിൽ 100-130 രൂപയോളം കയറിപ്പോയത്. എംഫാസിസും ഇതുപോലെ ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ്. അതും 10% ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് കൂടിയിരുന്നു. ട്രൈജിൻ, അതും നന്നായിട്ട് കയറിപ്പോയ ഒരു ഷെയറാണ്. എക്സ്പ്ലോസോൾ, ഇത് ഞാൻ എന്റെ അനാലിസിസിൽ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഈ കമ്പനിയെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയാതുകൊണ്ട് മാത്രം ഞാൻ അവോയ്ഡ് ചെയ്തതാണ്. പക്ഷെ കണ്ടതിന്റെ ഇരട്ടിയായി എന്നുള്ളതാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ. IT സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിലാണെന്നുണ്ടെങ്കിൽ ടാറ്റ എക്സലക്സി, ദെൻ ന്യൂക്ലിയസ്, അതും നന്നായിട്ട് കയറിപ്പോയി. ക്യുക്കീല്, അതും സീറോ ഡെറ്റ് കമ്പനിയാണ്. IT സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ തന്നെ ഉള്ളതാണ്. സാഗ സോഫ്റ്റും ഓൾമോസ്റ്റ് 0.14 ആണ് അവരുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. 72.91% അൺപ്ലസ്ഡ് ആയിട്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ്. ദെൻ പോളിമെഡ്, ഞാൻ ഈ അടുത്ത സമയത്ത് ഷെയർ ചെയ്ത വീഡിയോ ആണത്. മെഡിക്കൽ എക്യുപ്മെന്റ് ഫീൽഡിലുള്ള കമ്പനിയാണ്. കാവേരി സീഡ്, ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിനും 6 കോടി രൂപയുള്ളൂ ഡെറ്റ് എന്ന് പറയുന്നത്. അഡ്വാൻസ് എൻസൈംസ്, അതും നന്നായിട്ട് കയറിപ്പോയ ഒരു ഷെയറാണ് ഈ അടുത്ത റീസെന്റ് ടൈംസിൽ. അതർ അഗ്രികൾച്ചർ പ്രൊഡക്റ്റില് അടുത്തത് AVTNPL ആണ്. ഇത് എനിക്ക് തോന്നുന്നത് 26 മുതലുള്ള പ്രൈസിലാണെന്ന് തോന്നുന്നു. എന്റെ ശ്രദ്ധയിൽ വിട്ട് ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നു. അത് നന്നായിട്ട് കയറിപ്പോയി ഷെയറാണ്. രൂപ, അതർ അപ്പാരൽസ് ആൻഡ് ആക്സസറീസിൽ അവർക്കും ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.31 ഉള്ളൂ. അസറ്റ് ഡയബിലിറ്റിയുടെ 3.42 ടൈംസ് ഉണ്ട്. 73.28 ടൈംസ് പെർസെന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ്. ഷെയർ ഇന്ത്യ, അതർ ഫൈനാൻഷ്യൽ സർവീസസിൽ ഉള്ള ഒരു കമ്പനിയാണ്. ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെടുന്നത്. ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കാനർ ഉപയോഗിച്ചപ്പോൾ ഇത് ചെയ്താണ്. കൂടുതൽ അറിയാൻ ശ്രമിക്കാം, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. പക്ഷെ വോളിയം വളരെ തീരെ കുറവായതുകൊണ്ടായിരിക്കണം ശ്രദ്ധയിൽ പെടാതിരുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനെപ്പറ്റി പഠിക്കുന്നത് നന്നായിരിക്കും. ജിയോജിത് ഫൈനാൻഷ്യൽ സർവീസസ് 20 രൂപീസ് മുതൽ പറയാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തൊരു ഷെയറാണ്. അത് ഈ കഴിഞ്ഞ ഒരു 6-7 മാസത്തിനുള്ളിലാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പം 45-75 വരെ പോയിരുന്നു. അതർ ഇൻഡസ്ട്രിയൽ ഗുഡ്സില് ഡിയനോറ ഇന്ത്യ, അതും കുറച്ച് വോളിയം വളരെ കുറവുള്ള ഷെയറാണ്. അതുകൊണ്ട് സ്പൈക്കുകളൊക്കെ വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. എങ്കിലും നല്ലൊരു കമ്പനിയായിട്ടാണ് ഇത് എന്റെ ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത്. ഫൈറ്റ് റിസ്ക് സ്കോർ ഒക്കെ 7 ഉണ്ടെന്ന് പറയുന്നത് നല്ല ഒരു ഫിഗർ ആണത്. പിന്നെ GTPL ഹാത്വേ, ഇതെനിക്ക് തോന്നുന്നത് കാര്യമായിട്ട് പ്രൂവ് ചെയ്യാത്തൊരു ഷെയറാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് നന്നായിരിക്കും. 75% ഷെയറും പ്രൊമോട്ടറിന്റെ കയ്യിലാണ്. 0.31 ഉള്ളൂ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. കറന്റ് റേഷ്യോ 0.61 ആണ്. മേ ബി അതുകൊണ്ടായിരിക്കണം എന്റെ സ്കാനറിൽ വരാതിരിക്കുന്നത്. നെസ്ലെ ഇന്ത്യ പാക്കേജ്ഡ് ഫുഡ്സിൽ, ഇത് കാര്യമായിട്ട് മൂവ് ചെയ്യാത്തൊരു ഷെയറാണ്. ഒരു പക്ഷേ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. വളരെ വലിയൊരു കമ്പനിയാണ്. അവർക്ക് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസിൽ ഡിവീസ് ലാബ്, സിപ്ല, കാഡില ഹെൽത്ത്, അരവിന്ദോ ഫാർമ, ഗ്ലെൻമാർക്ക്, അബോട്ട് ഇന്ത്യ, IPCL ലാബ്, കാപ്ലി പോയിന്റ്, മോർപിൻ ലാബ്, മാർക്സാൻസ്, JB Chem ഫാം, കൊപ്രാൻ, എറിസ് ലൈഫ് സയൻസ്, ലിങ്കൺ ഫാർമ, അമൃതാഞ്ജൻ, ഇത്രയും ഒത്തിരി കമ്പനികൾ ഫാർമസ്യൂട്ടിക്കൽസിലും IT-ലും ധാരാളം കമ്പനികളുണ്ട്, നല്ല ഫണ്ടമെന്റൽസ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ മാർട്ട് പബ്ലിഷിംഗ് കമ്പനികൾക്ക് ഒരു കുറച്ച് നെഗറ്റീവാണ്. പക്ഷെ ഈ പാക്കേജിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിച്ചേക്കും. ഇപ്പോ ജൂൺ റിസൾട്ട് ഇതിന്റെ നല്ലതായിരുന്നു. പിന്നെ ഷുഗർ ഇൻഡസ്ട്രിയില് ബൽറാംപൂർ ചീനിയും ദാൽമിയ ഷുഗറുമാണുള്ളത്. ടീ ആൻഡ് കോഫിയിൽ CCL. അപ്പോൾ ഇത്രയും കമ്പനികളാണ് ഞാൻ സാധാരണ ഡിസ്കസ് ചെയ്യാൻ എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇത് BSEയിലും NSEയിലും കൂടെ ട്രേഡിംഗ് നടന്ന കമ്പനികളുടെ ലിസ്റ്റാണ്. അല്ലാണ്ട് കുറെ ലിസ്റ്റുകളുണ്ട്. ഞാൻ ഒരു ലിങ്കില് കഴിഞ്ഞ മാർച്ചിലെയും
ജൂണിലെയും റിസൾട്ടുകളിൽ ഇങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത ഷെയറുകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അത് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കമ്പനികൾ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് റിസൾട്ട് ഡേറ്റ് 2020-06 എന്ന് പറയുമ്പോൾ ജൂൺ ക്വാർട്ടർ. അത് കഴിഞ്ഞ് സ്പേസ് വെച്ച് ആൻഡ് എന്ന് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിലേക്ക് പോകും. പ്രൈസ് ടു ഏണിങ് >0 ആൻഡ് EPS >0 അങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് റൺ ദിസ് ക്വയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന കമ്പനികൾ നമുക്ക് കിട്ടും. അഥവാ ഇതിൽ എന്തെങ്കിലും മോഡിഫൈഡ് ഇക്വേഷൻ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റും. ആൻഡ് എന്നുള്ള ഒരു കണ്ടീഷൻ ഇട്ടാൽ മതി. അപ്പോൾ അടുത്ത ലൈനിലോട്ട് വരികയും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. നിങ്ങളുടെ ഷെയർ മാർക്കറ്റ് അനാലിസിസിന്റെ ജേർണിയിൽ ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.